ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB എക്സാമേറ്റ്. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൻ്റെ കുറച്ച് ടേംസ് ആണ് നോക്കുന്നത്. 3 ടേംസ്: RTGS, IMPS, NEFT. ഇത് മൂന്നും എന്താണെന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി നമുക്ക് RTGS എന്താണെന്ന് നോക്കാം. RTGSൻ്റെ ഫുൾ ഫോം റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ് എന്നാണ്. റിയൽ ടൈം ഗ്രോസ് സെറ്റിൽമെൻറ്റ്. It is an electronic form of fund transfer where the transmission take place on a real-time basis and a gross basis. ഇതൊരു ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ഇലക്ട്രോണിക് ഫോമാണ്. റിയൽ ടൈം ബേസിസിലാണ് അത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് വിത്ത് RTGS ഈസ് പോസിബിളി ഓൺലി ഹൈ വാല്യൂ ഓഫ് ട്രാൻസാക്ഷൻ. ചെറിയ എമൗണ്ടിനല്ല, വലിയ എമൗണ്ടുകൾക്കാണ് RTGS യൂസ് ചെയ്യുന്നത്. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് RTGS ഈസ് ടു മിനിമൈസ് റിസ്ക് ഇൻ ഹൈ വാല്യൂ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം. RTGS കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹൈ വാല്യൂ എമൗണ്ട്സിലുള്ള സെക്യൂരിറ്റി ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്തായി നമുക്ക് IMPS എന്താണെന്ന് നോക്കാം. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ഇൻ്റർബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻ്റർബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് IMPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. IMPS ഓഫേഴ്സ് ആൻ ഇൻ്റർബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ ദി മൊബൈൽ ഫോൺ. Unlike NEFT and RTGS, the service is available 24/7 throughout the year, including bank holidays. IMPSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ തമ്മിലുള്ള, അതായത് ഇൻ്റർ ബാങ്ക് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് അത് നടക്കും. മൊബൈൽ ഫോൺ വഴിയായിട്ട് ഇത് നടക്കും. ഇത് ബാങ്കിങ് അവേഴ്സിൽ മാത്രമല്ല, 24/7 ആണ് ഇതിൻ്റെ സർവീസ് ടൈം. ബാങ്ക് ഹോളിഡേയ്സിലും ഇതിലൂടെ നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് NEFT, നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം വിച്ച് ഫെസിലിറ്റേറ്റ് one-to-one ഫണ്ട് ട്രാൻസ്ഫർ. ഇതും RTGSും IMPSും പോലെ തന്നെ ഒരു ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റമാണ്. NEFTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-to-1 ഫണ്ട് ട്രാൻസ്ഫറാണ്. ഇതിലൂടെ നമുക്ക് മണി ഫ്രം വൺ ബാങ്ക് ടു അനദർ ആണെങ്കിലും വൺ ബ്രാഞ്ച് ടു അനദർ ആണെങ്കിലും നടത്താനായിട്ട് സാധിക്കും. നെറ്റ് ബാങ്കിങ് എനേബിൾ ആയിട്ടുള്ളത്, നെറ്റിലൂടെ നമുക്ക് ബാങ്കിങ് ചെയ്യാൻ പറ്റുന്ന ബാങ്ക്സിൽ മാത്രമേ NEFT നടത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇത്രയുമാണ് NEFTയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിൻ്റെ ഡിഫറൻസസ് നമുക്ക് എന്താണെന്ന് നോക്കാം. RTGS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RTGS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് RBI ആണ്. NEFTയും RTGSും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് RBI ആണ്. അതേസമയം IMPS ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. RTGSും NEFTയും RBI ഇൻട്രൊഡ്യൂസ് ചെയ്തു. IMPS നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. NEFT ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം 2005, RTGS 2004, IMPS 2010. അപ്പോൾ ഇതിൽ ആദ്യം വന്നത് RTGS ആണ്. അതിനുശേഷം NEFT 2005, പിന്നെ 2010 IMPS. RTGSലൂടെ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 lakh ആണ്. 2 ലക്ഷം എങ്കിലും ഉണ്ടെങ്കിലാണ് RTGS വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം IMPSലും NEFTയിലും 1 രൂപയാണെങ്കിൽ കൂടി ട്രാൻസാക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. അതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് IMPSന് മാത്രം 2 ലക്ഷവും ബാക്കി രണ്ടിനും ലിമിറ്റില്ല. എത്ര വേണേലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. സ്പീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് പറയുകയാണെങ്കിൽ RTGSും IMPSും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് നടത്തും. NEFTക്ക് 2 മണിക്കൂറെങ്കിലും എടുക്കും. ഇനി അതിൻ്റെ സർവീസ് അവൈലബിലിറ്റി ആണെങ്കിൽ IMPS 24/7ഉം NEFTയും RTGSും ബാങ്കിങ് അവേഴ്സിൽ മാത്രമേ സാധിക്കുള്ളൂ.
ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ഇത് വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NEFTയും IMPSും രണ്ടിലും വർക്ക് ചെയ്യുക. അതായത് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ RTS ഓൺലി ഓൺലൈൻ മാത്രമേ സാധിക്കുള്ളൂ. ഇനി ഇതിൻ്റെ സെറ്റിൽമെൻറ്റ് RTGSും IMPSും 1-to-1 സെറ്റിൽമെൻ്റ് ആയിരിക്കും. എന്നാൽ NEFTയിൽ ബാച്ചസ് ആയിട്ടായിരിക്കും അതിൻ്റെ സെറ്റിൽമെൻറ്റ് വരുന്നത്. അതുകൊണ്ടാണ് അതിന് 2 hours എങ്കിലും വരുന്നത്. മറ്റേത് 1-to-1 ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നടക്കും. അപ്പോൾ ഇത്രയാണ് NEFT, RTGS, IMPSും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് NEFTയും RTGSും RBIയും, IMPS ആണെങ്കിൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും. ആദ്യം വന്നത് RTGS 2004, പിന്നീട് വന്നത് NEFT 2005, പിന്നീട് 2010 IMPS വന്നത്. RTGSന് മാത്രം മിനിമം വാല്യൂ 2 lakh എങ്കിലും വേണം. ബാക്കി രണ്ടിനും 1 രൂപയാണെങ്കിൽ കൂടി നടത്തും. മാക്സിമം ലിമിറ്റ് ഉള്ളത് IMPSന് മാത്രം. അതിന് 2 ലക്ഷമാണ് അതിൻ്റെ മാക്സിമം ലിമിറ്റ് വരുന്നത്. ബാച്ചസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നത് NEFTയും ബാക്കി രണ്ടും 1-to-1 സെറ്റിൽമെൻറ്റുമാണ് വരുന്നത്. NEFTക്ക് മാത്രം 2 മണിക്കൂറത്തെ താമസമുണ്ട്. ബാക്കിയെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കും. ബാങ്കിങ് അവേഴ്സിൽ മാത്രം സാധിക്കുന്നതിനെയാണ് NEFTയും RTGSും. IMPS 24/7 ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റുന്ന IMPSും NEFT ആണ്. പക്ഷേ RTGS ഓൺലൈൻ മാത്രമായിട്ട് സാധിക്കുള്ളൂ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.